നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെട്രോളിയം പ്രകൃതിവാതക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സ്വച്ഛതാ വാദ പ്രചാരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം അമ്മാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ആറാട്ടുപുഴ ശ്രീ ശാസ്ത ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ചുള്ള 22ാമത് ശ്രീ ശാസ്ത സംഗീതോത്സവത്തിന് തുടക്കമായി. ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂളിൽ കഴിഞ്ഞ 3 ദിവസമായി നടന്ന മൺസൂൺ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സമാപിച്ചു. തൃശൂർ ജില്ലയിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പന്നികളെ കള്ളിങ്ങിന് വിധേയമാക്കുന്ന നടപടി ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഭൂമിയിൽ വെള്ളവും മരവും നിലനിൽക്കാൻ നമ്മൾ വലിയ പരിശ്രമം നടത്തേണ്ടതുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പെട്രോളിയം പ്രകൃതിവാതക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സ്വച്ഛതാ പഖ്വാദ പ്രചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ അമ്മാടം സ്കൂളിന് സോളാർ പാനൽ നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. ജൂലൈ 7 മുതൽ 15 വരെ സംസ്ഥാനത്ത് നടക്കുന്ന പ്രചരണത്തിൽ തൃശൂർ ജില്ലയിൽ അമ്മാടം സ്കൂളിനെയാണ് തെരഞ്ഞെടുത്തത്. ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് ഇഞ്ചോടിക്കാരൻ, പ്രധാനാധ്യാപകൻ സ്റ്റെയ്നി ചാക്കോ എന്നിവർ ചേർന്ന് സ്കൂളിന്റെ ഉപകാരം മന്ത്രിക്ക് നൽകി. BPCL സംസ്ഥാന മേധാവി KV രമേഷ് കുമാർ, BPCL ജനറൽ മാനേജർ M രാജൻ എന്നിവർ സംസാരിച്ചു. 500 കുട്ടികൾക്ക് വിത്ത് ബോൾ വിതരണം ചെയ്തു. ശുചിത്വ കിറ്റുകൾ, വൃക്ഷത്തൈ വിതരണം, വൃക്ഷത്തൈ നടിൽ, മധുര പാക്കറ്റുകളുടെ വിതരണം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു. ആറാട്ടുപുഴ ശ്രീ ശാസ്ത ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ചുള്ള 22ാമത് ശ്രീ ശാസ്ത സംഗീതോത്സവത്തിന് തുടക്കമായി. പ്രശസ്ത സംഗീത സംവിധായകൻ TS രാധാകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു. ഞാനിന്ന് ഗുരുദിനമാണ്, വ്യാഴാഴ്ച ആയതുകൊണ്ടാണ് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ആ ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ പ്രസംഗം ആരംഭിച്ചത്. വളരെയധികം സന്തോഷം. 22 കൊല്ലം തുടർച്ചയായി ഒരു സംഗീതോത്സവം നടക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും നമുക്ക് പ്രശംസനീയമുള്ളത് ഇവിടുത്തെ ഉപദേശക സമിതിയാണ്. അവരുടെ അതിൻ്റെ പുറകിലുള്ള സമർപ്പണം, അതുപോലെ അതിൽ വന്ന് പങ്കെടുക്കുന്ന കലാകാരന്മാരും കലാകാരികളും. ആ ഈശ്വരനാണ് സംഗീതം. ഇത് എൻ്റെ ഗുരുനാഥൻ മാനസിക ഗുരുവായ സ്വാമിയുടെ വാക്കുകളാണ്. നമ്മൾ സ്വരസ്ഥാനങ്ങളെല്ലാം ഓരോ പേര് പറയുന്നെങ്കിലും ഓരോ സ്വരങ്ങളും സ്വരദേവതന്മാരാണ്. സ്വാമി എപ്പോഴും പറയാറുണ്ട്, സംഗീതം ഒരിക്കലും ടൈം പാസ് അല്ലെന്ന് പറയും സ്വാമി. അതായത് നമുക്ക് സമയം കളയാനുള്ള ഒരു സാധനമല്ല സംഗീതം, അത് ഉപാസനയാണ്. ആറാട്ടുപുഴ, പല്ലിശ്ശേരി, പനംകുളം, ഞെരുവിശ്ശേരി, മുളങ്ങ് ദേശങ്ങളിൽ SSLC, CBSE, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ഉം ഡിഗ്രി, BTech പരീക്ഷകളിൽ മികച്ച വിജയവും കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സമിതിയുടെ വക ഉപഹാരങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ MP മുരളീധരൻ സമ്മാനിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TS രാധാകൃഷ്ണന് സമിതി വക ഉപഹാരം പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ സമ്മാനിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, പെരുവനം സതീശന്മാരാർ, ദേവസ്വം ഓഫീസർ U അനിൽകുമാർ, സമിതി സെക്രട്ടറി K രഘുനന്ദൻ, സമിതി പ്രസിഡന്റ് C സുധാകരൻ, KK വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂളിൽ കഴിഞ്ഞ 3 ദിവസമായി നടന്ന മൺസൂൺ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സമാപിച്ചു. സമാപന യോഗത്തിൽ എഴുത്തുകാരൻ ഷാബു പ്രസാദ് സ്പേസ് സയൻസ് എന്ന വിഷയത്തിൽ കുട്ടികളുമായി സംവാദിച്ചു. പത്രമാധ്യമങ്ങളുടെ സാമൂഹ്യ സ്വാധീനം എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ ബിജു ആന്റണി ക്ലാസ് നയിച്ചു.
വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിയമവശങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. സാമൂഹിക മാധ്യമത്തിന്റെ വരവോടുകൂടി ഒട്ടുമിക്ക ആളുകളും വാർത്തകൾ സ്വയം ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഏതൊക്കെ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റ അല്ലെങ്കിൽ എക്സ ഏതിലാണെങ്കിലും വാർത്തകൾ ചെയ്ത് അവർ പരിചിത സമ്പന്നരായി തീർന്നു. പക്ഷെ ഇതിൻ്റെ നിയമവശങ്ങൾ പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ പല പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ ഇട്ടാലും എന്തെങ്കിലും ഒരു പോലീസ് കേസ് ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിഷേധം എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പിൻവലിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് മിക്കയിടത്തും കാണുന്നത്. ഇത് മാധ്യമങ്ങളായാലും നമ്മുടെ നിയമത്തിന് കീഴിൽ വരുന്നതാണ്. എല്ലാം ഒന്നും നിയമത്തിന് അതീതമല്ല. ഈ ഒരു കാര്യം മറന്നുകൊണ്ടാണ് പല ആളുകളും ഫേസ്ബുക്കിൽ ഓരോ വാർത്തകളും അവർക്ക് തോന്നുന്നതൊക്കെ എഴുതുന്നത്. ബാലസാഹിത്യ രചനയെക്കുറിച്ച് എഴുത്തുകാരൻ CR ദാസ്, കഥയെഴുത്തിന്റെ രീതികളെക്കുറിച്ച് N സ്മിത എന്നിവരും കുട്ടികളുമായി സംവാദിച്ചു. സ്കൂളിലെ വായനക്കൂട്ടത്തിന്റെയും ലൈബ്രറിയുടെയും നേതൃത്വത്തിലാണ് സാഹിത്യോത്സവം സംഘടിപ്പിക്കപ്പെട്ടത്. വിവിധ സെക്ഷനുകളായി KN ഗിരിജ, KM വിജി, KN മായാദേവി, ശ്രീജിത്ത് വാര്യർ, സ്കൂൾ ലീഡർ അമൃത C കുമാർ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പന്നികളെ കള്ളിങ്ങിന് വിധേയമാക്കും. പന്നിപ്പനി സ്ഥിരീകരിച്ച കട്ടിലപ്പൂവം, മാടക്കത്ര എന്നിവിടങ്ങളിലാണ് പന്നികളെ കള്ളിങ് ചെയ്ത് മറവു ചെയ്യാൻ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർക്ക് നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. വെള്ളിയാഴ്ച രാവിലെ മുതൽ ഡോക്ടർമാർ, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ, അറ്റൻഡർമാർ എന്നിവർ അടങ്ങുന്ന 2 RRT സംഘം കള്ളിങ് പ്രക്രിയ ആരംഭിച്ചു. തുടർന്ന് പ്രാഥമിക അണുനശീകരണ നടപടികൾ കൂടി സ്വീകരിക്കും. കള്ളിങ് നടത്തിയ ഫാമുകൾക്ക് ചുറ്റുമുള്ള 1 കിലോമീറ്റർ രോഗബാധിത പ്രദേശമായും 10 കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ G ദിനേശ് പറഞ്ഞു. രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നും പന്നിമാംസം വിതരണം ചെയ്യൽ, ഇത്തരം കടകളുടെ പ്രവർത്തനം, പന്നികൾ, പന്നിമാംസം, തീറ്റ എന്നിവ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് രോഗബാധിത മേഖലകളിലേക്ക് കൊണ്ടുവരുന്നതും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നിർത്തിവെക്കാനും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച പന്നിഫാമിൽ നിന്നും മറ്റു ഫാമുകളിലേക്ക് കഴിഞ്ഞ 2 മാസത്തിൽ പന്നികളെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. തൃശൂരിലേക്കോ ജില്ലയിൽ നിന്ന് പുറത്തേക്കോ പന്നിമാംസവും പന്നികളെ അനധികൃതമായി കടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ചെക്ക് പോസ്റ്റുകളിലും ജില്ലയിലെ മറ്റ് പ്രവേശന മാർഗങ്ങളിലും പോലീസ്, RTO എന്നിവരുമായി ചേർന്ന് മൃഗസംരക്ഷണ വകുപ്പ് കർശന പരിശോധന നടത്തുന്നുണ്ട്. ജില്ലയിലെ മറ്റു ഭാഗങ്ങളിൽ പന്നിപ്പനി വൈറസ് കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ, വില്ലേജ് ഓഫീസർമാർ, റൂറൽ ഡയറി ഡെവലപ്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർ ബന്ധപ്പെട്ട വെറ്ററിനറി ഓഫീസറെ അറിയിക്കേണ്ടതും തുടർന്ന് വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതിന് നടപടി സ്വീകരിക്കേണ്ടതുമാണ്. തൃശൂർ കോർപ്പറേഷൻ, വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി, തെക്കുംകര, പാണഞ്ചേരി, പുത്തൂർ ഗ്രാമപഞ്ചായത്തുകളിൽ എന്നിവയാണ് നിരീക്ഷണ മേഖലയിൽ ഉൾപ്പെടുന്ന മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ. ആഫ്രിക്കൻ പന്നിപ്പനി H1N1 പനിയുടെ പ്രതിരോധത്തിൽ നിന്നും വ്യത്യസ്തമാണ്. പന്നികളിൽ മാത്രം കണ്ടുവരുന്ന രോഗമായതിനാൽ ആഫ്രിക്കൻ പന്നിപ്പനി മറ്റ് മൃഗങ്ങളിലേക്കോ മനുഷ്യരിലേക്കോ പകരാനുള്ള സാധ്യത കുറവാണെന്നും അധികൃതർ അറിയിച്ചു. ഷൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ബാബു ജോൺ നിർവഹിച്ചു. സ്കൂളിലെ മാത്തമാറ്റിക്സ് ക്ലബ്ബ്, സോഷ്യൽ ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, ഇക്കോ ക്ലബ്ബ് തുടങ്ങിയ ക്ലബ്ബുകളുടെ ഉദ്ഘാടനമാണ് നടന്നത്. പ്രധാന അധ്യാപിക ബിദ ഫ്രാൻസിസ് തരകൻ, PTA പ്രസിഡന്റ് MK വിനോദ്, MPTA പ്രസിഡന്റ് ശില്പ എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി പാത്തുമ്മയുടെ ആടുന്ന ലഘു നാടകവും ഗണിത തിരുവാതിരയും നടന്നു. തൃശൂരിലെ NDAയുടെ വിജയം ദേശീയ തലത്തിൽ വലിയ അംഗീകാരമാണ് നേടിത്തന്നതെന്ന് പെട്രോളിയം ടൂറിസം വകുപ്പ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. BJP നാട്ടിക നിയോജക മണ്ഡലം സംഘടിപ്പിച്ച അഭിനന്ദന സദസ്സിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഴുവൻ സീറ്റ് നേടിയ സംസ്ഥാനത്തേക്കാൾ 20-ൽ 1 നേടിയ കേരളത്തിന് വലിയ അംഗീകാരമാണ് നൽകിയത്. മന്ത്രിപ്പണി ശരിക്കും ഒരു ഭാരം തന്നെയാണ്. മണ്ഡലത്തിൽ 5 ദിവസമെങ്കിലും നിൽക്കേണ്ടിടത്ത് 1-2 ദിവസമായി ചുരുങ്ങി. മണ്ഡലത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും MP-യുടെ ജോലി കൃത്യമായി നടക്കും. അതിനുള്ള ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. വോട്ടർമാരോടുള്ള നന്ദി 5 വർഷത്തെ പ്രവർത്തനത്തിലൂടെ പ്രകടമാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. 5 വർഷം കൊണ്ട് പ്രവർത്തനങ്ങളിലൂടെയാണ് പ്രകടമാക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമം തുടങ്ങിയിട്ടില്ല, തുടങ്ങും എന്ന് മാത്രമാണ്
ഇവിടെ നിന്ന് എനിക്ക് പറയാൻ സാധിക്കും. പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത് ഓരോ മണ്ഡലത്തിൻ്റെയും പ്രസിഡന്റിനെയും അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുന്ന പ്രാപ്തിയുള്ള ആൾക്കാരും ഓരോ മണ്ഡലത്തിൻ്റെയും വിഷയങ്ങൾ ജില്ലാ അധ്യക്ഷനെ അറിയിച്ച് നടക്കുന്ന കാര്യങ്ങൾ മാത്രം എൻ്റെ ഓഫീസിൽ എത്തിച്ചാൽ സാങ്കേതികമായി നടക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധനാണ് ആദ്യം തന്നെ അത്. ഈ മന്ത്രി പണി ഏൽപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഭാരം തന്നെ. അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെ. ഞാൻ മണ്ഡലത്തിൽ മാസത്തിൽ ഒരു 5 ദിവസം നിൽക്കേണ്ടത് ഇപ്പോൾ 1-2 ദിവസമായിട്ട് ചുരുങ്ങി. അത്തരത്തിൽ ഞെരുക്കാണ്. അത് അണികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, മറ്റു പലർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഏതായാലും അവരെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ മുതിരേണ്ടതില്ല. ഒരു MP-യുടെ ജോലി എന്താണെന്നുള്ളത് മണ്ഡലത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജോലികൾ കൃത്യമായി നടക്കും. അതിന് കഴിവുള്ള ആൾക്കാരെ എല്ലാം നിയോഗിച്ച് കേരളത്തിലെ 14 ജില്ലകളെ 4ആയി തിരിച്ച് പാർട്ടിയുടെ തന്നെ പ്രവർത്തകര് ഓഫീസിലിരുന്ന് ഡൽഹിയുമായി ബന്ധപ്പെടാനുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് അവരായിരിക്കും ഇത് 4 സോണുകളായി തിരിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാങ്കേതികമായി നടക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് എത്തിക്കുന്നു. നാട്ടിക SN ഹാളിൽ നടന്ന ചടങ്ങിൽ BJP മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KK അനീഷ് കുമാർ, PK ബാബു, KR ഹരി, ജസ്റ്റിൻ ജേക്കബ്, അതുല്യ ഘോഷ്, ലോചനൻ അമ്പാട്ട്, പൂർണിമ സുരേഷ്, സർജു തൈക്കാവ്, AK ചന്ദ്രശേഖരൻ, സുബീഷ് കൊന്നക്കൽ, അക്ഷയ് കൃഷ്ണ, ഷൈൻ നെടിയിരിപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാഴൂർ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ചാഴൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. ചന്തയുടെ ഉദ്ഘാടനം ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AN ജോഷി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KV ഇന്ദുലാൽ, കൃഷി ഓഫീസർ അമൃത C രാജൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുനിൽകുമാർ CP, D സരിത KM എന്നിവർ സംസാരിച്ചു. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ലീഡർ K കരുണാകരന്റെ 106ാം ജന്മദിന വാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകര 4 കൂടിയ സെന്ററിൽ നടന്ന ദിനാചരണം മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ആന്റോ തുറയൻ ജന്മവാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. രാമൻ നമ്പൂതിരി, സിദ്ദിഖ് അർപ്പംവീട്ടിൽ, ഷിഹാബ് താന്യം എന്നിവർ സംസാരിച്ചു. ഉണ്ണികൃഷ്ണൻ മേനോത്തുപറമ്പിൽ, പ്രദീപ് MS, രാജൻ, റിജു കണക്കത്തറ എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രം വൈകിട്ട് 6 മണിവരെ പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രം ഉച്ചയ്ക്ക് 1 മണി മുതൽ 6 മണിവരെ തുറന്ന് പ്രവർത്തിക്കണമെന്നിരിക്കെ സ്ഥിരമായി 4 മണിക്ക് ഡോക്ടറും ജീവനക്കാരും അടച്ചുപൂട്ടിപ്പോകുന്നുവെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. 4 മണിക്ക് ശേഷം വരുന്ന രോഗികൾക്ക് ആർക്കും ഡോക്ടറെ കാണാനോ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിക്കാനോ സാധിക്കാറില്ല. 4 മണിക്ക് ശേഷം വരുന്ന രോഗികൾ പുറത്ത് സ്വകാര്യ ക്ലിനിക്കുകളിൽ വലിയ പണം നൽകി ചികിത്സ തേടേണ്ട അവസ്ഥയാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. 6 മണിവരെ പ്രവർത്തിക്കണമെന്ന സർക്കാർ ഉത്തരവ് നിലനിൽക്കുമ്പോൾ 4 മണിക്ക് പൂട്ടിപ്പോകുന്നതിനെതിരെ കോൺഗ്രസ് ജനപ്രതിനിധികൾ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ജനങ്ങളുടെ പരാതി പലവട്ടം ഉന്നയിച്ചിരുന്നു. പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ല എന്നും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കുടുംബാരോഗ്യ കേന്ദ്രം 4 മണിക്ക് അടച്ചുപൂട്ടുന്ന നേരത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു. സമരം മണിക്കൂറുകൾ നീണ്ടപ്പോൾ മെഡിക്കൽ ഓഫീസറും DMOയും സമരക്കാരുമായി സംസാരിച്ചതിന്റെ ഫലമായി ഇനി 6 മണിവരെ ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുമെന്നും കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുമെന്നും സമരക്കാർക്ക് ഉറപ്പു നൽകുകയും ചെയ്തു. പ്രതിഷേധത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ്, DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ PK നന്ദനൻ, TV ഷൈൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു പ്രദീപ്, KR ദാസൻ, മധു അന്തിക്കാട്, രഹന ബിനീഷ്, റാനീഷ് K രാമൻ, UK കുട്ടൻ, അബു PK, കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി.
കാവും കുട്ടയുമായി കിലോമീറ്ററുകൾ നടന്ന് മീൻ വിൽപ്പന നടത്തുന്ന കാഴ്ച അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ മീൻ വിൽപ്പന നടത്തുന്ന ഒരാളെ പരിചയപ്പെടാം. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി കുന്നുങ്ങൽ ഇബ്രാഹിമാണ് 3 പതിറ്റാണ്ടിലേറെയായി കാവും കുട്ടയും ചുമന്ന് ഗ്രാമാന്തരങ്ങളിലൂടെ നടന്ന് മീൻ വിൽക്കുന്നത്. ഇബ്രാഹിമിന് ഇപ്പോൾ വയസ്സ് 68. കടലിൽ പോയി മത്സ്യം പിടിച്ചിരുന്ന ഇബ്രാഹിം 1993 മീൻ വിൽപ്പനയ്ക്കായി തിരിഞ്ഞത്. പുലർച്ചെ കാവുകുട്ടയുമായി നേരെ കടപ്പുറത്തേക്ക്, അവിടെ നിന്ന് മീനെടുത്ത് ഗ്രാമാന്തരങ്ങളിലൂടെ കിലോമീറ്ററുകൾ നടന്ന മീൻ വിൽപ്പന അത് ഇന്നും തുടരുന്നു. ആദ്യകാലങ്ങളിൽ നിരവധി പേർ കാവുകുട്ടയും ചുവന്ന മീൻ വിൽപ്പന നടത്തിയിരുന്നെങ്കിലും കാലം പുരോഗമിച്ച മീൻ വിൽപ്പന സൈക്കിളിലും ബൈക്കിലും പെട്ടി ഓട്ടോറിക്ഷയിലേക്കുമെല്ലാം മാറിയപ്പോൾ ഇബ്രാഹിം ഇപ്പോഴും പഴയ രീതി തുടരുകയാണ്. കോരിക്കുഴി കടപ്പുറത്തു നിന്നുള്ള മത്സ്യം മാത്രം വിൽപ്പന നടത്തുന്ന ഇബ്രാഹിമിന്റെ പിടികാത്ത് മീൻ വാങ്ങാൻ നിൽക്കുന്നവരും ഏറെയാണ്. നാടൻ മത്സ്യമായതുകൊണ്ട് വില ഇത്തിരി കൂടുമെങ്കിലും ആളുകൾ ഇബ്രാഹിമിനെ കാത്തിരിക്കും. 93 തുടങ്ങി, 40-31 അല്ലേ നമ്മളെ കമ്പനി കടവ് ഇവിടുന്ന് വിറ്റ് പോകുമ്പോൾ ഒരു 5 പറഞ്ഞില്ല ചന്ദ്രാപ്പിഞ്ഞ് ലാസ്റ്റ് കെട്ടണം. ചന്ദ്രാപ്പിഞ്ഞ് അതിക്ക് മുന്നേ വെള്ളത്തുമൊക്കെ പോയിരുന്നു, ബൈക്കിൽ വിട്ടില്ല. അപ്പം പിന്നെ 3-4 പെൺപിള്ളേരല്ലേ, 4 പെൺപിള്ളേർ അവിടെ കെട്ടിക്കും. അങ്ങനെ അതിന് തുടക്കുക അല്ല നമ്മ മരിക്കുന്നവരെ തന്നെ. ഇന്നത്തെ കോര, ചമ്പാൻ, പരവായില്ല. കമ്പനിക്കടവിൽ നിന്ന് മത്സ്യമെടുത്ത് ചന്ദ്രാപിന്നി എത്തുമ്പോഴേക്കും ഇബ്രാഹിം മത്സ്യങ്ങൾ വിറ്റൊഴിച്ചിട്ടുണ്ടാകും. ഭാര്യയും 4 പെൺമക്കളും അടങ്ങുന്നതാണ് ഇബ്രാഹിമിന്റെ കുടുംബം. ഈ തൊഴിലെടുത്ത് തന്നെ 4 പേരെയും കെട്ടിച്ചയച്ചു. 6 സെന്റ് സ്ഥലത്ത് ഷീറ്റ് മേഞ്ഞ വീട്ടിലാണ് ഇബ്രാഹിമിന്റെ താമസം. ആവതുള്ള കാലത്തോളം ഈ തൊഴിൽ തുടരാനാണ് ഇബ്രാഹിമിന്റെ ആഗ്രഹവും. LPG സിലിണ്ടർ ഉപഭോക്താക്കൾക്കായുള്ള ബയോമെട്രിക് വെരിഫിക്കേഷൻ കർശനമാക്കാൻ ഒരുങ്ങി ഗ്യാസ് ഏജൻസികൾ. പ്രാരംഭഘട്ടത്തിൽ നടപടിക്രമങ്ങൾ കർശനമാക്കിയില്ലെങ്കിലും വരും മാസങ്ങളിൽ എല്ലാ ഉപഭോക്താക്കളും അന്തിമ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടി വരും. വെരിഫിക്കേഷൻ നടപ്പിലാക്കാൻ ഔദ്യോഗിക തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിലും കേന്ദ്ര സർക്കാർ തീരുമാനം വന്നതോടെ ഏജൻസികൾ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ബയോമെട്രിക് വെരിഫിക്കേഷൻ നടപ്പിലാക്കാൻ സർക്കാർ അന്തിമ സമയപരിധി അറിയിച്ചിട്ടില്ല. എന്നാൽ വാർത്തകൾ പരന്നതോടെ ഉപഭോക്താക്കൾ ഏജൻസികളിൽ വന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നുണ്ട്. ബയോമെട്രിക് വെരിഫിക്കേഷൻ സുഗമമാക്കുന്നതിന് ഗ്യാസ് ഏജൻസി ഓഫീസുകളിലും പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ രോഗികളും മുതിർന്ന പൗരന്മാരും ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിൽ പരിശോധന നടത്താൻ സിലിണ്ടർ വിതരണക്കാരെ പരിശീലിപ്പിക്കുന്നുമുണ്ടെന്ന് ഏജൻസി അധികൃതർ അറിയിച്ചു. LPG സിലിണ്ടറുകളുടെ യഥാർത്ഥ ഗുണഭോക്താക്കളെ കണ്ടെത്താനാണ് ബയോമെട്രിക് പരിശോധന കർശനമാക്കാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം തീരുമാനിച്ചത്. യഥാർത്ഥ ഗുണഭോക്താക്കളുടെ മരണത്തിന് ശേഷവും നിരവധി പേർ കണക്ഷനുകൾ ദുരുപയോഗപ്പെടുത്തുന്നു എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബയോമെട്രിക് വെരിഫിക്കേഷൻ കർശനമാക്കുന്നത്. ഇന്ത്യൻ ഓയിൽ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം എന്നിവയുടെ നേതൃത്വത്തിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. തൃശൂർ മലക്കുടി ഗീവർഗീസ് സഹദായുടെ തീർത്ഥകേന്ദ്രത്തിൽ മോഷണം. കപ്പേളയുടെ ഒരു വശത്തെ ജനൽ ചില്ലുകൾ തകർത്ത നിലയിലാണ്. രൂപക്കൂടിന്റെ ഒരു വശവും തകർത്തിട്ടുണ്ട്. ചില്ല് അടിച്ചുടച്ച മോഷ്ടാവ് രൂപത്തിന്റെ കഴുത്തിലുണ്ടായിരുന്ന കൊന്തമാല അപഹരിച്ചിട്ടുണ്ട്. ഭണ്ഡാരം കോൺക്രീറ്റ് കട്ട ഉപയോഗിച്ച് തകർക്കാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട്. രൂപത്തിന്റെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണം പൂശിയ 2 മാലകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. കപ്പേളയുടെ വശത്തുള്ള ചില്ല് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. പുലർച്ചെ കപ്പേളയിലെത്തിയ കൈക്കാരന്മാരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. തുടർന്ന് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി. വിവരമറിഞ്ഞ നിരവധി വിശ്വാസികളാണ് കപ്പേളയിലേക്ക് എത്തുന്നത്. അരിമ്പൂർ സെന്റ് ആന്റണീസ് പള്ളിയുടെ കീഴിലുള്ള കപ്പേളയിലാണ് ഗീവർഗീസ് സഹദായുടെ തീർത്ഥകേന്ദ്രം. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. തൃക്കൂർ വെള്ളാനിക്കോട് പുളിഞ്ചുവട് ഇരുമ്പ് തോട്ടിക്കൊണ്ട് കടച്ചക്ക പറിക്കുന്നതിനിടെ വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് വയോധിക മരിച്ചു. പുളിച്ചുവട് എടത്തിരുത്തിക്കാരൻ അന്തോണിയുടെ ഭാര്യ 65 വയസ്സുള്ള സെലീനയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയാണ് സെലീനയെ ഷോക്കേറ്റ നിലയിൽ കണ്ടത്.
സമീപത്തെ പറമ്പിൽ നിന്ന് കടച്ചക്ക പറിക്കുന്നതിനിടെയാണ് അപകടം. സമീപത്ത് താമസിക്കുന്ന മക്കളാണ് ആദ്യം കണ്ടത്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അവണിശ്ശേരി സഹകരണ ബാങ്ക് അംഗങ്ങൾക്ക് പണമിടപാട് സൗകര്യങ്ങൾക്കായി ATM കാർഡ് നൽകുന്നു. ഓൺലൈൻ പണ ഇടപാടുകൾക്ക് ഈ കാർഡ് ഉപയോഗിച്ച് ചെയ്യാം. കാർഡ് ഉപയോഗിച്ച് ഏത് ATM-ൽ നിന്നും പണം പിൻവലിക്കാം. ATM കാർഡിന്റെ വിതരണ ഉദ്ഘാടനം ജൂലൈ 7-ന് ചേരുന്ന വാർഷിക പൊതുയോഗത്തിൽ വെച്ച് നടക്കും. ചടങ്ങിൽ ബാങ്ക് അംഗങ്ങളുടെ മക്കൾക്കുള്ള SSLC +2 ഫുൾ A+ ലഭിച്ചവർ ക്യാഷ് അവാർഡ് വിതരണവും നടത്തും. അവണിശ്ശേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് K. ശശിധരൻ അറിയിച്ചു. തൃത്താമരശ്ശേരി വാര്യത്ത് സതി വാരസ്യാർ നിര്യാതയായി 72 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. തൃത്താമരശ്ശേരി വാര്യത്ത് മാലതി വാരസ്യാരുടെയും പരേതനായ ഇടപ്പള്ളി കൃഷ്ണൻകുട്ടി വാര്യരുടെയും മകളും പരേതനായ കണ്ണംകുളങ്ങര വാര്യത്ത് ശങ്കരന്റെ പത്നിയുമാണ്. വള്ളിശ്ശേരി UP സ്കൂൾ സംസ്കൃതം അധ്യാപികയായിരുന്നു. മക്കൾ ദിവ്യ, പരേതനായ ഗോപകുമാർ. വെങ്കിടിശ്ശേരി പെരുമാടൻ കൊച്ചാപ്പു മകൻ തോമസ് നിര്യാതനായി 75 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ വെങ്കിടിശ്ശേരി സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6700 രൂപ, പവന് 53,600 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെട്രോളിയം പ്രകൃതിവാതക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സ്വച്ഛതാ ഭക്ത് വാദപ്രചാരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം അമ്മാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ആറാട്ടുപുഴ ശ്രീ ശാസ്ത ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ചുള്ള 22ാമത് ശ്രീ ശാസ്ത സംഗീതോത്സവത്തിന് തുടക്കമായി. ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂളിൽ കഴിഞ്ഞ 3 ദിവസമായി നടന്ന മൺസൂൺ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സമാപിച്ചു. തൃശൂർ ജില്ലയിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പന്നികളെ കള്ളിങ്ങിന് വിധേയമാക്കുന്ന നടപടി ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.